ഹായ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഇരുമ്പുളി അച്ചാറൊന്ന് നോക്കാം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് 1 ഡേ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. കുറച്ച് ഉലുവ വറുക്കാം. വറുത്ത് എണ്ണയിൽ കുറച്ച് ഉലുവയും കടുകും ഇട്ടൊന്ന് പൊട്ടിക്കാം. എന്നിട്ട് കറി ലീവ്സും ഗ്രീൻ ചില്ലിയും കുറച്ച് വെളുത്തുള്ളിയും എണ്ണയിലിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് ആ വറുത്ത് വെച്ച ഉലുവ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടി, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതനുസരിച്ച് നിങ്ങൾക്ക് എരിവിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി നന്നായി ഒന്ന് തിളയ്ക്കണം. നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഹിങ്ക്, കായം പൊടിയിട്ട് ഒന്ന് ഇളക്കാം. പിന്നെ അതിലോട്ട് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടി ചേർക്കാം. പിന്നെ വിനെഗർ ഇഷ്ടമുള്ളവർക്ക് വിനെഗർ ഇടാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചൂടുവെള്ളമാണ്. വെള്ളം നന്നായി ചൂടാക്കി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് കുറച്ച് മതി. മധുരം അധികം കൂടണ്ട. ചെറിയൊരു അതറിയാമല്ലോ, ഉപ്പും മധുരം പുളിയും എല്ലാം കൂടി വരുന്ന പോലെ ഒരു ടേസ്റ്റ്, കുറച്ച് ശർക്കര. എന്നിട്ട് ഈ ഉണക്കി വെച്ച ഇരുമ്പുളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ അമ്മ ഉണ്ടല്ലോ, അമ്മയുടെ കൈ വീഡിയോയിൽ വരാൻ പാടുമോ എന്നറിയാണ്ട് അമ്മ പാവം ഇളക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത വെള്ളം കുറച്ച് കുറഞ്ഞു പോയി. സോ ഞാൻ കുറച്ച് വിനെഗറും കൂടി ആഡ് ചെയ്ത് അമ്മ കണ്ട കൈ ആ ചട്ടി ഇളക്കി അത് അങ്ങോട്ട് കളഞ്ഞേനെ. ഞാൻ പറഞ്ഞു, അമ്മ കുഴപ്പമില്ല, കൈ വീഡിയോയിൽ വന്നാലൊന്നും കുഴപ്പമില്ല അമ്മ. അപ്പം അമ്മ പിടിച്ച് നന്നായി ഒന്ന് ഇളക്കി. അത് കഴിഞ്ഞ് ഒന്നിങ്ങനെ ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് ചൂടാവാൻ വയ്ക്കുക. ചൂടായാൽ മതി, തിളയ്ക്കണമെന്നില്ല, നന്നായി ഒന്ന് ചൂടാവട്ടെ. ഹൈ ഫ്ലെയിം വെച്ചിട്ട് ചൂടാക്കാൻ വെച്ചാൽ സംഭവം റെഡി. അതൊന്ന് കൂളായതിന് ശേഷം ഇതേപോലെ ഒരു ബോട്ടിലാക്കി